ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഞാനിവിടെ കക്കറച്ചിയാണെന്ന് ഉണ്ടാക്കുന്നത്. കക്കറച്ചി ഒട്ടും മണ്ണില്ലാതെ ക്ലീൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്കിത് കച്ചറയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പെറുക്കി കളയണം. അതൊന്നും അരിപ്പക്കൂടി വരത്തില്ലല്ലോ. അപ്പോൾ എന്നിട്ട് ബാക്കിയുള്ളത് കച്ചറ കളഞ്ഞിട്ട് പിന്നെ കൊട്ടയിലിട്ടിട്ട് അതിൻ്റെ താഴെ ഒരു വലിയൊരു ചരുവം വെച്ചിട്ട് ഈ കൊട്ട അതിന് മുകളിൽ വെച്ചിട്ട് ടാപ്പിൽ വെള്ളം ഡയറക്റ്റ് വീഴുന്ന രീതിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് കുഴച്ച് കൊടുക്കണം. ഇങ്ങനെ കുഴച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മണ്ണ് ആ വെള്ളത്തിൻ്റെ ഫോഴ്സിൽ താഴോട്ട് പൊയ്ക്കുള്ളൂ. അങ്ങനെ മണ്ണ് പൂർണ്ണമായിട്ടും മാറി കക്കയിറച്ചി നല്ല വൃത്തിയായിട്ട് കിട്ടും. അപ്പം മണ്ണ് കടിക്കത്തില്ല കഴിക്കാൻ നേരം, അല്ലെങ്കിൽ മണ്ണ് കടിക്കും. ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്ത കക്കയിറച്ചി ഞങ്ങൾക്കൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും പേസ്റ്റും കുറച്ച് ഉപ്പും ചേർത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇത് വേവുന്ന സമയം നമുക്ക് ചെറിയുള്ളിയും സവാളയും ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെക്കാം. എന്നിട്ട് കുറച്ച് വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇതും ശരിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചേക്കണേ. പിന്നെ ഉള്ളി ഇട്ട് കൊടുക്കാം, ചതച്ചെടുക്കാം. ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വഴറ്റുവാണെങ്കിൽ പെട്ടെന്ന് റെഡിയായി കിട്ടും. വഴറ്റിയെടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കുറച്ചും കൂടി ഇടണം. കാരണം ഞങ്ങൾ നേരത്തെ കുറച്ചിട്ടതാണ്, അതുകൊണ്ട് കുറച്ചുകൂടി ചേർത്താൽ മതിയാവും. അതും കൂടി ചേർത്ത് ഒന്നും കൂടി വഴറ്റിയെടുത്തിട്ട് ആ പച്ചമണമൊക്കെ മാറി കഴിയുമ്പോൾ നമുക്കിതിനകത്ത് പൊടികളൊക്കെ ആഡ് ചെയ്യാം. പിന്നെ ഇതിൽ ചേർക്കാനുള്ളത് നമുക്ക് എന്താ പറയുക, ഇടിച്ചമുളക്, ചില്ലി ഫ്ലെക്സ്, അതെ, ഇടിച്ചമുളകും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്താം. അങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അടിപൊളി ടേസ്റ്റാണത്, സൂപ്പർ ടേസ്റ്റാണ്. 5 സ്റ്റാർ ഹോട്ടലിലോ തട്ടുകടയിലൊന്നും കിട്ടാത്ത അതിനപ്പുറമാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പം നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ചേർക്കാം. വളരെ കുറച്ച് ചേർത്താൽ മതി, കുത്തും. അത് കഴിഞ്ഞിട്ട് കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടി ചേർത്ത് ഒന്ന് ഇങ്ങനെ പച്ചമണം മാറുന്നവരെ, ആ പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും കൂടി ചെയ്തിട്ട് കാണണേ. ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ആ വേവിച്ച് വെച്ച കക്കയിറച്ചിയില്ലേ അത് ഇതിനകത്ത് ഞങ്ങൾ തട്ടിക്കൊടുക്കാം. എന്നിട്ട് അതും കൂടി ഇട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. കക്കയിറച്ചി ഇട്ട് ഇനി മിക്സ് ചെയ്തിട്ട് ഈ സമയം ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർക്കണം. ഞാനിട്ട ഉപ്പെല്ലാം കറക്റ്റാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ ഇത് മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കാം, അടച്ച് മൂടി വെക്കാം കുറച്ച് സമയം. അതിനുള്ളിൽ നമുക്കൊരു തക്കാളിയാണ് കട്ട് ചെയ്തെടുക്കാം. ഒരു പകുതി തക്കാളി ആയാലും മതി. ഞാൻ തക്കാളി കട്ട് ചെയ്ത് വെക്കണ്ടേ. ഇനി ഇത് തുറന്നിട്ട് ഒന്ന് ചുവട്ടി പിടിച്ചിട്ടുണ്ടാകുന്നൊന്ന് നോക്കണം, ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് ഇതിനകത്ത് ഞങ്ങൾക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ആ അരിഞ്ഞ് വെച്ച് തക്കാളിയും കൂടി അവിടെ തട്ടി നന്നായിട്ടൊന്ന് ഇളക്കാം. ഇത് ചട്ടിയുടെ ചോട്ടി പിടിക്കാതിരിക്കാനാണ് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ, മിക്സ് ചെയ്ത് കൊടുക്കണത്. എന്നിട്ട് തക്കാളിയും കൂടി ഇട്ട് ഒന്ന് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കാം. പിന്നെ നമുക്കത് സെർവ് ചെയ്യാം. ഇനി ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. സെർവ് ചെയ്തിട്ടുള്ള പിക്ചർ ഞാൻ കാണിച്ചു തരാം. അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.